ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജെല്ലിക്കെട്ട് എന്ന മൂവിയുടെ ജപ്പാൻ എഡിഷൻ ബ്ലൂറേയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതാണ് ഫ്രണ്ട് ഇമേജ്, ഇതാണ് ബാക്ക് ഇമേജ്. അപ്പോൾ ഈ മൂവി 2019 റിലീസായ മൂവിയാണ്. ഓസ്കാറിലൊക്കെ ഒഫീഷ്യൽ സെലക്ഷൻ വന്നാണ്, നോമിനേറ്റഡ് ആയിട്ടില്ല. 2019 ഇറങ്ങിയെങ്കിലും ഇത് 2022 ജപ്പാനിൽ മാക്സം എന്ന കമ്പനിയുടെ ബാനറിൽ ഒരു ബ്ലൂറേ റിലീസ് വന്നത്. ഇനി 2025 ഫ്രാൻസിൽ ഓൾറെഡി ഒരു റിലീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ DTSന്റെ 7.1 ആണ് വരുന്നതെങ്കിലും ഇതിൽ DTSന്റെ 5.1 ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ടെക്സ്റ്റുകളെല്ലാം ജപ്പാനിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. ഇതിൽ ഓഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് DTS മാസ്റ്റർ ഓഡിയോ 5.1 ഒറിജിനൽ ലാംഗ്വേജ് തന്നെയാണ്. ഇതേപോലെ പല ഇന്ത്യൻ മൂവീസും ജപ്പാനിൽ റിലീസ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ KGF ജപ്പാനിലാണ് റിലീസ് ആയിട്ടുള്ളത്. അതെല്ലാം അതിൻ്റെ തന്നെ ഒറിജിനൽ ലാംഗ്വേജ്, കന്നഡ, തെലുഗു അതൊക്കെ ഒറിജിനൽ ലാംഗ്വേജിൽ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. നെഗറ്റീവായിട്ട് തോന്നുന്നത് സബ് ടൈറ്റിൽസിൻ്റെ കേസാണ്. സബ് ടൈറ്റിൽസ് ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ ഇതിൽ ഈ മൂവി മേടിക്കുമ്പോഴും ഇപ്പം മലയാളി അല്ല, മലയാളം മനസ്സിലാകില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. കാരണം ഇത് ജപ്പാനീസ് സബ് ടൈറ്റിൽസ് മാത്രമേ കാണത്തുള്ളൂ, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇല്ല. ഇതേ ഇഷ്യൂ ബാക്കിയുള്ള ഫിലിംസ് വാങ്ങിക്കുമ്പോഴും വരും. അതായത് ഇപ്പം തെലുങ്ക് മൂവിയുടെ ബ്ലൂറേ മേടിക്കുമ്പോൾ തെലുങ്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ വരും. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻസൈഡ് ഉള്ളത്, ഇതാണ് ഡിസ്ക്. ഡിസ്കിൽ വരുന്ന ആർട്ട് വർക്ക് ഇതാണ്. അതിലും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് DTS മാസ്റ്റർ ഓഡിയോ മാക്സിമിൻ്റെ കമ്പനിയുടെ ബ്രാൻഡിങ് ബ്ലൂറേ ഡിസ്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കളക്റ്റിബിൾ ഐറ്റം പോലെ ഒരു ആർട്ട് വർക്ക് വന്നിട്ടുണ്ട്. അത് ഫുൾ ജാപ്പനീസ് ആണ്. ഇന്ത്യയുടെ ഒരു മാപ്പ്, പിന്നെ കേരള എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. CPMൻ്റെ ഒക്കെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ജപ്പാനീസ് ലാംഗ്വേജിലാണ്. ഇതിൽ റീജിയൻ വന്നിരിക്കുന്നത് A ആണ്, അതായത് US ബേസ്ഡ് ഉള്ള പ്ലെയേഴ്സിലാണ് ഇത് വർക്കാവുന്നത്. നോർമലുള്ള ഇന്ത്യൻ ബ്ലൂറേ പ്ലെയേഴ്സിലൊന്നും ഇത് വർക്കാവില്ല, കാരണം ഇത് റീജിയൻ കോഡഡ് ആണ്. കാരണം ഞാനത് മെൻഷൻ ചെയ്യണം. ഫ്രാൻസിൽ റിലീസ് 2025 എൻഡിൽ റിലീസാവും എന്ന് പറഞ്ഞ 7.1 ഓഡിയോ ഉള്ള എഡിഷനിൽ പോലും റീജിയൻ B ലോക്ക്ഡ് ആയിരിക്കും. UK പ്ലെയേഴ്സിലായിരിക്കും അത് കൂടുതൽ വർക്കാവുന്നത്, നമ്മുടെ പ്ലെയേഴ്സിൽ വർക്കാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ഒരു റീജിയൻ ഫ്രീ പ്ലെയറിലേക്ക് മാറേണ്ട അവസ്ഥ വരും.